ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്തുമസ് ഒക്കെ വരാൻ പോവല്ലേ. നമുക്കൊരു സ്റ്റാർ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു സമചതുരം പേപ്പർ കഷ്ണം എടുക്കാം. അതിനെ നമുക്ക് മൂലയോട് മൂല വെച്ച് മടക്കാം. അത് കഴിഞ്ഞ് നേരെ കാണുന്ന ആ മൂലനെ നമുക്ക് താഴോട്ട് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കുന്നത് ആ ഒരു വശത്തിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വന്ന ആ സെൻറ്ററിലോട്ടാണ് ഈ ഒരു റൈറ്റ് സൈഡിലത്തെ ആംഗിളിനെ പിടിച്ചിട്ട് നമ്മൾ മടക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളതിനെ ഒന്നും കൂടെ ഇങ്ങോട്ട് വെച്ച് മടക്കുന്നു. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു മൂലവശം നമ്മൾ ആ ഉള്ള ഭാഗത്തിൻ്റെ സെൻറ്ററാണ് വെച്ച് മടക്കണത്. അത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പിന്നിലോട്ട് നടുവായിട്ട് മടക്കുന്നു. ഈ മൂലവശം ശ്രദ്ധിക്കണം, അത് നമ്മുടെ സ്റ്റാറിൻ്റെ മധ്യഭാഗമാണ്. ആ മടക്കുകളെല്ലാം കറക്റ്റായിട്ട് വരുമ്പോഴാണ് സ്റ്റാർ ഭംഗിയാവണത്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കത്രിക വെച്ച് ഒറ്റ വെട്ട്, അതോടുകൂടെ നമ്മുടെ സ്റ്റാർ റെഡിയാണ്. ഇതിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ കത്രികയുടെ ഒരു ആവശ്യം വരുന്നുള്ളൂ. നമ്മളിവിടെ വെച്ച് വെട്ടുകയാണ്. ഈ പേപ്പർ കഷ്ണത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പതുക്കെ നിവർത്തി നോക്കാം. ഇപ്പം നമുക്ക് പേപ്പറിൽ സ്റ്റാറിൻ്റെ ഷേപ്പ് വെട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ഒരു പേപ്പർ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ ഉള്ളിലോട്ട് മടങ്ങിയിട്ടല്ലേ നിൽക്കുന്നത്. നമ്മൾക്ക് ഇതിനിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ആക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറിൻ്റെ ഓരോ ചിറകുകളും ഇതുപോലെ മടക്കി കൊടുക്കണം. നമ്മൾ ആ മടക്ക് പ്രസ് ചെയ്യുന്നത് ആ മടക്കുകൾ നമുക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാം ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റാറിൻ്റെ 5 ഇതളുകളും നല്ല രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് നിവർത്തി നോക്കാം. ഇപ്പോൾ കണ്ട അതിൻ്റെ നടുഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ നല്ല ഷേപ്പിലുള്ള ഒരു സ്റ്റാർ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ക്രിസ്തുമസിന് ഇതുണ്ടാക്കി നോക്കണേ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക് യു. ബായ്.